മലയാളം മീഡിയ വളരെ അഗ്രസീവാണെന്നിപ്പോൾ ഇന്ന് കാലത്ത് ഞങ്ങൾ ഒരു മീറ്റിങ്ങിൽ വെച്ചൊരു ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പറയും. വൈ ഓൺലി മലയാളം മീഡിയ ഈസ് അഗ്രസീവ്? ഇല്ലാത്ത കാര്യമുണ്ടാക്കി നമ്മുടെ നാട്ടിലുള്ള അമ്മമാർ, അച്ഛന്മാർ, പെങ്ങന്മാർ, അല്ലെങ്കിൽ ഭാര്യമാർ, അല്ലെങ്കിൽ കുട്ടികൾ, അവരൊക്കെ പാനിക്കാക്കാണ്ടിരിക്കുക. അങ്ങനെ ഒന്നും ഈ ഗൾഫിലില്ല. ഈ സമയത്ത് ആവശ്യമില്ലാത്ത ഗോസിപ്പ്, ആവശ്യമില്ലാത്ത AI സൃഷ്ടി, റൂമേഴ്സ് ഇവിടെ ഇങ്ങനെ ടെലികാസ്റ്റും ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ. എന്നോട് ഒരുപാട് ആളുകൾ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും പല മീഡിയ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ രാജ്യത്തിന് ഒന്നും സംഭവിക്കരുതേ എന്ന് എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും പ്രാർത്ഥിക്കണം. രാജ്യത്തിന് എന്ത് സംഭവിച്ചാലും അതിനെ പ്രതിരോധിക്കേണ്ട കഴിവും പ്രാപ്തിയും തൻ്റെ ഇടവും ബുദ്ധിയും സമ്പത്തുമുള്ള GCCയിലെ ഭരണാധികാരികളാണ്, ഗവൺമെൻറ്റാണ്. അവർ അതിൻ്റേതായ രീതിയിലും രൂപത്തിലും ഭാവത്തിലും അവരത് നിർവഹിക്കുന്നുണ്ട്. ഫ്രം ഈച്ച് ഹൗസ് ദർ വിൽ ബി 1 or 2 people working in Gulf. That's why they want to know what happening. അപ്പോൾ സത്യസന്ധമായ ഒരു റിപ്പോർട്ട് ചെയ്യും. അവിടുത്തെ ഗവൺമെൻറ്, ഈ GCCയിലെ ഗവൺമെൻറ് വളരെ ശക്തമായി അത് നിരീക്ഷിക്കുന്നുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് അത് പിടിക്കപ്പെട്ടാൽ അത് റിപ്പോർട്ട് ചെയ്തവനെ തൊട്ട് ആ മീഡിയ തന്നെ അവർ ബാൻ ചെയ്യും. ബിക്കോസ് ദേ ആർ വെരി സ്ട്രോങ്. ഗവൺമെൻറ് മീഡിയകളിൽ നിന്ന് കിട്ടുന്ന ന്യൂസുകൾ മാത്രം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിന് ശേഷം വരുന്ന കോൺസിക്വൻസസ് നിങ്ങൾ ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കും.